നമസ്കാരം. പ്രമേഹമുള്ളവരെ കുറിച്ചാണ് നമ്മൾ ഇവിടെ എപ്പോഴും പറയാറുള്ളത്. എന്നാൽ പ്രമേഹം വരാതിരിക്കാൻ, പ്രമേഹത്തെ പ്രതിരോധിക്കാൻ എന്തൊക്കെയാണ് മാർഗങ്ങൾ എന്നുള്ളത് പലപ്പോഴും ചർച്ച ചെയ്യാറില്ല. ഈ ചാനലിൽ അതിനെക്കുറിച്ച് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ബഹുഭൂരിപക്ഷം വ്യക്തികളും അതിനെക്കുറിച്ച് പറയാറില്ല. പ്രതിരോധം എങ്ങനെ ഇത് വരാതിരിക്കണം, അതിനുവേണ്ടി എന്തൊക്കെയാ ചെയ്യണം, വ്യായാമത്തെക്കുറിച്ചൊക്കെ നമ്മൾ പലപ്പോഴും പറയും. എന്നാൽ ഭക്ഷണ ക്രമീകരണത്തിലൂടെ പ്രമേഹത്തിനെ എങ്ങനെ പ്രതിരോധിക്കാം, പ്രമേഹം ഇല്ലാത്തവർക്ക് അത് വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് വിശദമായിട്ട് പറയാറില്ല. അതാണ് ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിനാൽ നിങ്ങളുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലോ പ്രമേഹം ഇല്ലാത്ത വ്യക്തികൾ, അവരുമായിട്ട് ഈ വീഡിയോ നിങ്ങൾ ദയവായി ഷെയർ ചെയ്യണം. ആ ഒരു അപേക്ഷയോടെയാണ് ഇവിടെ തുടങ്ങുന്നത്. പിന്നെ നമ്മുടെ ഷോർട്സ് കാണുന്ന പലരും ഒരു പരാതി പറയുന്നുണ്ട്, അത് മുഴുമിപ്പിക്കാറില്ല, ഇടയ്ക്ക് വെച്ച് നിങ്ങളെ പറ്റിക്കുന്നു എന്നൊക്കെയാണ് ചിലർ പറയുന്നത്. ഒരിക്കലും അങ്ങനെയല്ല, പറ്റിക്കാൻ ഉദ്ദേശിച്ചിട്ടോ അങ്ങനെയൊന്നും സംഭവിച്ചതല്ല. അത് ആ 60 സെക്കൻഡ്സിൻ്റെ ഒരു ഡ്യൂറേഷൻ ഉണ്ട്. അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ അത് കട്ടായി പോകുന്നതാണ്. അങ്ങനെ കട്ടായി പോകുന്ന മുറയ്ക്ക് നിങ്ങൾ ആ ഷോർട്സ് തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അതിൻ്റെ മുകളിൽ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ലെങ്ത് വീഡിയോയിലേക്ക് അത് നിങ്ങളെ എത്തിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് മുഴുവൻ കാണാം. അതും കൂടി പറഞ്ഞിട്ട് ഇനി വിഷയത്തിലേക്ക് കടക്കട്ടെ. അപ്പോൾ പ്രമേഹം ഇല്ലാത്ത വ്യക്തികൾക്ക് പ്രമേഹം വരാനുള്ള സാധ്യത കുറയ്ക്കുന്നത് എങ്ങനെയാണ്? ഒന്ന്, വണ്ണം കൂടാതിരിക്കുക, വ്യായാമം ചെയ്യുക, നല്ലപോലെ കിടന്നുറങ്ങുക, സ്ട്രെസ് പിരിമുറുക്കമുണ്ടെങ്കിൽ അതിനെ നിയന്ത്രിക്കുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്നാലും പ്രാക്ടിക്കലായിട്ട് എന്താണ് ചെയ്യേണ്ടത്? അതായത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? വളരെ ലളിതമായ ഒരു പരിപാടിയാണ്. അതാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിനാൽ വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങളുടെ പരിചയത്തിലോ ബന്ധുക്കൾക്ക് ഇടയിൽ പ്രമേഹം ഇല്ലാത്ത വ്യക്തികൾ, പ്രമേഹം വരാൻ സാധ്യതയുണ്ട് പക്ഷെ ആസ് ഓഫ് നൗ ഇല്ല, അവരുമായിട്ടിത് ഷെയർ ചെയ്യണം. ഇവിടെ ഗ്ലൂക്കോസ് ടോളറൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഗ്ലൂക്കോസ് ടോളറൻസിനെ കുറിച്ച് പലപ്പോഴും നിങ്ങൾ കേട്ട് കാണാൻ വഴിയില്ല. ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും, ഇൻസുലിൻ ഡെഫിഷ്യൻസിയെ കുറിച്ച് പലരും പറയും അല്ലേ. എന്നാൽ ഗ്ലൂക്കോസ് ടോളറൻസ് എന്താണ് എന്ന് പറയാറില്ല. ഗ്ലൂക്കോസ് ടോളറൻസ് എന്നുള്ള കോൺസെപ്റ്റ് ശ്രദ്ധിച്ച് കേൾക്കുക. കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്ത് അടങ്ങിയിട്ടുണ്ടെങ്കിലും, എന്തോ ആയിക്കൊള്ളട്ടെ, നമ്മുടെ ശരീരം ഊർജത്തിൻ്റെ ഉറവിടം എന്ന നിലയ്ക്ക് അതിനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റും. എല്ലാ ശാരീരിക പ്രവർത്തനങ്ങൾക്കും ഗ്ലൂക്കോസ് അനിവാര്യമാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. അതിനാൽ കഴിക്കുന്ന ഏത് ഭക്ഷണമാണെങ്കിലും പാനീയമാണെങ്കിലും അതിനെ ഊർജമാക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ ശരീരം അതിനെ ഗ്ലൂക്കോസ് ആക്കിയായിരിക്കും മാറ്റുന്നത്. ഈ ഗ്ലൂക്കോസിനെ ശരീരം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? അവിടെയും ദയവായി ശ്രദ്ധിക്കുക. ഗ്ലൂക്കോസ് രക്തചംക്രമണത്തിലേക്ക് കയറിക്കഴിഞ്ഞ് ഓരോ കോശത്തിലേക്കും എത്തിയതോടെ മാത്രം കാര്യമില്ല. ഈ ഗ്ലൂക്കോസ് കോശത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കണം. കോശത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഇൻസുലിൻ വേണം. ഈ വാതിൽ തുറക്കാം, കോശത്തിന്റെ വാതിൽ തുറന്നിട്ട് താൻ കയറിക്കോളൂ എന്ന് ഗ്ലൂക്കോസിനോട് പറഞ്ഞ് ഗ്ലൂക്കോസിനെ അകത്തേക്ക് കയറ്റിവിടാൻ ഇൻസുലിൻ വേണം. അതും നമുക്കറിയാം. ഇവിടെ ഗ്ലൂക്കോസ് വന്നിട്ട് ഈ കോശത്തിന്റെ വാതിൽ മുട്ടുമല്ലോ, അതിനെ എത്രത്തോളം ഈ വാതില് ടോളറേറ്റ് ചെയ്യും, സഹിക്കും എന്നുള്ളതിനൊരു കണക്കുണ്ട്. എത്ര ഗ്ലൂക്കോസ് വരുമ്പോഴാണ് വാതിൽ തുറക്കുന്നത്, അല്ലെങ്കിൽ വാതിൽ തുറക്കാൻ ഇൻസുലിനെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്നുള്ളതിനും ഓരോ കണക്കുകളുണ്ട്. ശരീരത്തിന്റെ പ്രവർത്തനത്തിന്റെ ഒരു ബ്യൂട്ടിയാണ് ഈ ഗ്ലൂക്കോസ് ടോളറൻസ്. ഒരു ദിവസം, അതായത് 24 മണിക്കൂർ ഡ്യൂറേഷൻ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലായ്പ്പോഴും ഒരുപോലെ ആയിരിക്കില്ല. അതാണ് ഒരു ടേക്ക് ഹോം മെസ്സേജ്. എന്ന് വെച്ചാൽ ഒരു 24 മണിക്കൂറിലെ ഒരു ദിവസം നമുക്ക് 5 വിഭജിക്കാം. 5 വിഭാഗങ്ങളായിട്ട് നമുക്കൊന്ന് നോക്കാം. മധ്യരാത്രി മുതൽ രാവിലെ
6 മണി വരെ. 6 മണി മുതൽ 3 മണിക്കൂർ ഇടവിട്ട് 9 മണി വരെ. അപ്പോൾ മിഡ്നൈറ്റ് ടു 6 AM, 6 AM ടു 9 AM, പിന്നെ രാവിലെ 9 മണി മുതൽ ഉച്ച 12 മണി വരെ, പിന്നെ ഉച്ച 12 മണി മുതൽ 6 മണി, വൈകുന്നേരം 6 മണി വരെ, പിന്നെ 6 മണി മുതൽ മധ്യരാത്രി വരെ. അങ്ങനെ 5 വിഭാഗങ്ങളായിട്ട്. ഒന്നും കൂടി പറയാം. മിഡ്നൈറ്റ് ടു 9 AM, 9 AM ടു 12 noon, അതായത് ഉച്ചയ്ക്ക് 12 മണി വരെ, പിന്നെ ഉച്ചയ്ക്ക് 12 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ, പിന്നെ 6 മണി മുതൽ മധ്യരാത്രി വരെ. അങ്ങനെ 5 വിഭാഗങ്ങളായിട്ട് നമുക്കിതിനെ വിഭജിക്കാം. എന്തിനു വേണ്ടിയാ? ഇതിന് ഓരോന്നിനും ഓരോ പേരുകളുണ്ട്. അപ്പോൾ ആദ്യത്തേത് മധ്യരാത്രി മുതൽ 6 മണി വരെ നൈറ്റും, പിന്നെ 6 മണി മുതൽ 9 മണി വരെ ഉള്ളത് ഏർലി മോർണിംഗും, 9 മണി മുതൽ 12 മണി വരെ ഉള്ളത് ലേറ്റ് മോർണിംഗ്, പിന്നെ 12 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയുള്ളത് ആഫ്റ്റർനൂൺ, പിന്നെ 6 മണി മുതൽ മധ്യരാത്രി വരെയുള്ളത് അതിനാണ് ഈവനിങ് എന്ന് പറയുന്നത്. എന്തിനാണ് ഈ രീതിയിൽ പറയുന്നത്? നമ്മുടെ നാട്ടിൽ ഈ നേരത്തിന് ഈവനിങ് എന്നൊന്നും പറയില്ല, രാത്രി എന്നാണ് പറയുന്നത്. ഇത് വെസ്റ്റിൽ ചെയ്ത, അതായത് പാശ്ചാത്യ രാജ്യങ്ങളിലെ ഒരു രീതിയാണ്. എന്നിട്ട് ഈ സമയങ്ങളിൽ ഭക്ഷണം കഴിക്കുന്ന വ്യക്തികളുടെ ഗ്ലൂക്കോസ് ടോളറൻസ് അവർ അളന്നു. ഒരുപാട് പേര്, 1-2 അല്ല കേട്ടോ, ഏതാണ്ട് 10,000-ന്റെ അടുത്ത് വ്യക്തികളിൽ ചെയ്ത ഒരു പഠനമായിരുന്നു അത്. ഇതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഫലങ്ങളാണ് അതിശയിപ്പിക്കുന്നത്. നമ്മളെപ്പോഴും പറയും അതിരാവിലെ ഭക്ഷണം കഴിക്കണം അല്ലെങ്കിൽ കഴിക്കരുത് എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. ഇതിൽ ഏതാണ് ശരി എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഒരു എത്തും പിടിയും കിട്ടാറില്ല. പലപ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ രാവിലെ എന്തെങ്കിലും കഴിക്കും, ഉച്ചയ്ക്ക് നല്ലപോലെ മൃഷ്ടാന്ന ഭോജനമായിരിക്കും. അല്ലെങ്കിൽ ചിലർ ഉച്ചയ്ക്കും അങ്ങനെ കാര്യമായിട്ട് കഴിക്കാറില്ല. രാത്രി വീട്ടിലെത്തി കഴിയുമ്പോഴായിരിക്കും രാത്രി 9 മണിക്കോ 10 മണിക്കോ 11 മണിക്കോ വെട്ടി വിഴുങ്ങുന്നത്. ശരിയാണോ? ഈ രീതിയിലാണ്. ഇതിൽ ഏതാണ് നല്ലത്, ഏതൊക്കെയാണ് ഡയബറ്റീസ്, പ്രമേഹത്തിനെ പ്രതിരോധിക്കാൻ ഫലപ്രദം? ഇത് ഓർമ്മ വെക്കണം. ഇത് ഡയബറ്റീസ് ഇല്ലാത്ത വ്യക്തികൾക്ക് പ്രമേഹം വരാതെ, ഡയബറ്റീസ് വരാതിരിക്കാൻ എങ്ങനെയാണ് കഴിക്കേണ്ടത്, ഏത് സമയത്താണ് കഴിക്കേണ്ടത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഓർമ്മ വേണം. അപ്പോൾ നിങ്ങൾക്ക് ആസ് ഓഫ് നൗ പ്രമേഹം ഇല്ല, നിങ്ങൾക്ക് പ്രമേഹം വരാതെ പ്രമേഹം കൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വിചാരിക്കരുത് കേട്ടോ, നല്ലതിന് വേണ്ടിയാ. സോ പ്ലീസ് ഷെയർ ദിസ്. എനിവേ, കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്. അപ്പോൾ ഈ 5 വിഭാഗങ്ങളായിട്ട് വിഭജിച്ചതിന് ശേഷം ചെയ്ത പഠനത്തിൽ മനസ്സിലായി വന്നത് എന്താണെന്ന് അറിയാവോ? ഈ പറയുന്ന ലേറ്റ് മോർണിംഗ് അവേഴ്സ് എന്ന് വെച്ചാൽ രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയുള്ള സമയത്ത് കഴിക്കുന്ന വ്യക്തികളിലായിരുന്നു ഗ്ലൂക്കോസ് ടോളറൻസ് ഏറ്റവും കൂടുതൽ ഗ്ലൂക്കോസ് ടോളറൻസ് ഈ വ്യക്തികൾക്കായിരുന്നു. എന്ന് വെച്ചാൽ ഇവർക്കായിരുന്നു പ്രമേഹ സാധ്യത ഏറ്റവും കുറവ്. മനസ്സിലായോ? രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയുള്ള സമയത്താണ് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഗ്ലൂക്കോസ് ടോളറൻസ് ഉണ്ടാകുന്നത്. എന്ന് വെച്ചാൽ ഭക്ഷണത്തോട് നമ്മുടെ ശരീരം പ്രതികരിക്കാതിരിക്കുന്ന സമയം ഈ പറയുന്ന 9 മണി മുതൽ 12 മണി വരെയാണ്. ഇറ്റ് ടോളറേറ്റ്സ് ദ ഗ്ലൂക്കോസ് മച്ച് ബെറ്റർ ഡ്യൂറിങ് ദ മോർണിംഗ് അവേഴ്സ്. ഹൗവർ, ഉച്ചയ്ക്ക് ശേഷം ഇത് കുറഞ്ഞു തുടങ്ങും. ഏറ്റവും മോശമായ ഗ്ലൂക്കോസ് ടോളറൻസ് ഉണ്ടാവുന്നത് എപ്പോഴാണ്? ലേറ്റ് നൈറ്റ്. നമ്മളിവിടെ ലേറ്റ് നൈറ്റ് എന്നും അവർ ഈവനിങ് എന്നും വിശേഷിപ്പിക്കുന്ന ഏതാണ്ട് 10 മണി 11 മണി 12 മണി സമയത്താണ് ഏറ്റവും മോശമായ ഗ്ലൂക്കോസ് ടോളറൻസ് ഉണ്ടാവുന്നത്. എന്ന് വെച്ചാൽ ആ സമയത്ത് കഴിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രമേഹ സാധ്യത ഉണ്ടാവുന്നത് എന്നും. സംഗതി പിടികിട്ടിയോ? അപ്പോൾ ഇനി നമുക്ക് പ്രായോഗികമാണ്, നമ്മൾ പറഞ്ഞില്ലേ വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ പ്രാക്ടിക്കൽ ആയിട്ടുള്ള അപ്പോൾ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇതിനെ പ്രാവർത്തികമാക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ വളരെ സിമ്പിളാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അതിൻ്റെ സമയം, എന്ത് കഴിക്കുന്നു അല്ലെങ്കിൽ എത്ര കഴിക്കുന്നു എന്നുള്ളതിലുപരി
അതിൻ്റെ സമയം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. രാവിലെ 9 മണി മുതൽ 12 മണി വരെയുള്ള സമയം, ഇത് നമ്മുടെ നാട്ടുകാർക്ക് എല്ലാവർക്കും ശരിയായിരിക്കും, അനുയോജ്യമായിരിക്കും എന്ന് ഞാനിവിടെ പറയാൻ ശ്രമിക്കുന്നു എന്ന് കരുതരുത്. പക്ഷേ പൊതുവെ രാവിലെ ഭക്ഷണം കഴിക്കുന്നത് തന്നെയാണ് നല്ലത്. രാവിലെ സാമാന്യം നല്ല രീതിയിൽ കഴിക്കുക. ഉച്ചഭക്ഷണം മിതമായ അളവിലും, രാത്രി ഭക്ഷണം അത്താഴം വളരെ വളരെ ലൈറ്റ്. ഇവിടെ എല്ലാം തലതിരിഞ്ഞാണ് ഇപ്പം ഇരിക്കുന്നത്. രാവിലെ പലരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല. ഉച്ചയൂണ് എന്തെങ്കിലുമൊക്കെ കഴിച്ചു എന്ന് വരുത്തും, ജോലി തിരക്കിലായിരിക്കും. എന്നാൽ അത്താഴം വെട്ടിവിടും അല്ലേ, എല്ലാം തലതിരിഞ്ഞാ കിടക്കുന്നത്. ചുമ്മാതല്ല നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പ്രമേഹ രോഗികളുടെ ബാഹുല്യം. ഇത്രയും കൂടുതൽ പ്രമേഹ രോഗികളും ഫാറ്റി ലിവറൊക്കെ കാണുന്ന, മറ്റാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, മെഡിക്കൽ കമ്പനികളോ ഡോക്ടർമാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളൊക്കെ തന്നെയാണ് അതിന് കാരണങ്ങൾ. എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലിരിപ്പ് തന്നെ, എന്ന് വെച്ചാൽ ഭക്ഷണ രീതികൾ. ശരിയല്ലേ? അപ്പൊ ഈ പഠനം ഒരു കണ്ണ് തുറപ്പിക്കുന്നത് തന്നെയാണ്. നമ്മുടെ പൂർവികർക്ക് വിവരം ഉണ്ടായിരുന്നു. അവർ പറഞ്ഞത് ശരിയാ. രാജാവിനെ പോലെ പ്രാതല്, മന്ത്രിയെ പോലെ ഉച്ചയൂണ്, ഭിക്ഷക്കാരനെ പോലെ അത്താഴം. സോ ഈറ്റ് ലൈക്ക് ബ്രേക്ക്ഫാസ്റ്റ് ലൈക്ക് എ കിങ്, ലഞ്ച് ലൈക്ക് എ പ്രിൻസ് ആൻഡ് ഡിന്നർ ലൈക്ക് എ പോപ്പർ എന്ന് പറഞ്ഞ എത്ര ശരിയാണ്. പ്രമേഹ രോഗ പ്രതിരോധത്തിന്, പ്രമേഹ രോഗം വരാതിരിക്കാൻ വേണ്ടി ഏറ്റവും എളുപ്പവും ഫലപ്രദമായിട്ടുള്ള മാർഗമാണിത്. ഇനി പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഡോക്ടർക്ക് ഷുഗർ ഉണ്ടോ? ഉണ്ട്. എല്ലാവർക്കും ഉള്ള പോലെ എനിക്കും ഷുഗർ ഉണ്ട്. ഷുഗർ ഇല്ലാത്തവരാരുണ്ട്? ഏത് മനുഷ്യനുണ്ട്? ഏത് മൃഗമുണ്ട്? എല്ലാവർക്കും ഷുഗർ ഉണ്ട്. ബട്ട് ആം ഐ എ ഡയബറ്റിക്? നോ, നോട്ട് യെറ്റ്. കാരണമുണ്ട്. ഞാൻ കഴിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് 8 മണിക്കാണ്. ലഞ്ച് എന്ന് പറയുന്നത് വളരെ ലൈറ്റായിട്ടാണ് ഞാൻ കഴിക്കാറുള്ളത്. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കും, മേ ബി നട്ട്സോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഒരു ഫ്രൂട്ടോ അങ്ങനെ വല്ലതും. ഉച്ചയൂണ് വളരെ മിതമായ അളവിലാണ് ഞാൻ കഴിക്കുന്നത്. അവിടെയും വെജിറ്റബിൾസ് ആയിരിക്കും കൂടുതൽ, റൈസ് അല്ലെങ്കിൽ സീരിയൽസ് വളരെ കുറവായിരിക്കും. അത്താഴം അതിൽ ലൈറ്റാണ്. എൻ്റെ അത്താഴമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ചിലവർ തലയിൽ കൈവച്ച് പോകും. ചോറ് എൻ്റെ ഈ കൈപ്പത്തിയുടെ 4/1 അളവിൽ ചോറാണെങ്കിൽ, ചപ്പാത്തി ആണെങ്കിൽ എൻ്റെ കൈപ്പത്തിയുടെ അളവിൻ്റെ 1/4 ഭാഗം വട്ടത്തിലുള്ള ചപ്പാത്തി, അങ്ങനെ 2 എണ്ണം. പിന്നെ എന്തെങ്കിലും ഒരു കൂട്ടാൻ അതിൻ്റെ കൂടെ ഉണ്ടാവും. ദാറ്റ്സ് ഇറ്റ്. ആൻഡ് എത്ര മണിക്ക് കഴിക്കും? ബിഫോർ 7:30 ഓർ 8 o'clock. 8 മണിക്ക് അപ്പുറം എൻ്റെ അത്താഴം നീളില്ല. അപൂർവമായിട്ട് മാത്രമേ 8-ന് ശേഷം. ഇത് ഞാൻ ഉണ്ടാക്കിയെടുത്തതല്ല, എൻ്റെ മുതിർന്നവർ പറഞ്ഞു തന്ന് ഞാൻ ഫോളോ ചെയ്ത് വരുന്ന ഒരു രീതിയാണ്. എനിക്ക് തോന്നുന്നു എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇറ്റ്സ് വെരി സിമ്പിൾ. എനിക്കാവാമെങ്കിൽ ഐ ഡോണ്ട് സീ എനി റീസൺ വൈ യു ഷുഡൻറ്റ് ബി ഏബിൾ ടു ഡു ദാറ്റ്. എനിബഡി ഷുഡ് ബി ഏബിൾ ടു ഡു ദാറ്റ്, അല്ലേ? അപ്പോൾ വിശദമായിട്ട് തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി ആവർത്തനം എന്ന് പറഞ്ഞ് ദയവായി ചൊറിയാൻ വന്നേക്കരുത്. ബിക്കോസ് ഇത്രയും വിശദമായിട്ട് നാം പറഞ്ഞതിന് ശേഷം ആവർത്തിക്ക് പോയിന്റിലേക്ക് വരൂ. പോയിന്റിലേക്ക് വരാൻ നിങ്ങൾ ഷോർട്സ് കണ്ടാൽ മതി. ഷോർട്സ് കണ്ടിട്ട് തൃപ്തിപ്പെടാത്തവർക്ക് മുഴുവൻ കാണണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ മാത്രമേ ഇവിടെ പറയുള്ളൂ. അതാണ് ഡയബറ്റിക് കെയർ ഇന്ത്യയുടെയും എൻ്റെയും രീതി. സോ നിങ്ങൾക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. പ്ലീസ് ഷെയർ ആൻഡ് ലൈക്ക് ആൻഡ് കമൻറ്റ്. ആൻഡ് നോട്ടിഫിക്കേഷൻ ഐക്കൺ, ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്. താങ്ക് യു.